പശ്ചിമബംഗാളിലെ ദുർഗാപൂരിൽ 2ാം വർഷ MBBS വിദ്യാർത്ഥിനി പീഡനത്തിനിരയായ സംഭവത്തിൽ പ്രതിഷേധം കനക്കുന്നു. മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നിലപാട് പരിഹാസപരമെന്ന് BJPയും അതിജീവിതയുടെ പിതാവും ചൂണ്ടിക്കാട്ടി. മകളുടെ സുരക്ഷയിൽ ആശങ്കയുണ്ടെന്നും പെൺകുട്ടിയുടെ പിതാവ് വ്യക്തമാക്കി. ഇതിനിടയിൽ ഒരാളുടെ അറസ്റ്റ് കൂടി പോലീസ് രേഖപ്പെടുത്തി. ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് ദുർഗാപൂരിൽ IQ സിറ്റി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥി ക്രൂര പീഡനത്തിനിരയായത്. സുഹൃത്തിനൊപ്പം കോളേജിന് പുറത്തേക്കിറങ്ങിയ 2ാം വർഷ വിദ്യാർത്ഥിനിയെ ഒരു സംഘം ആളുകൾ ചേർന്ന് കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി. സംഭവത്തിന് പിന്നാലെ വലിയ പ്രതിഷേധമാണ് പശ്ചിമബംഗാളിൽ ഉടലെടുത്തത്. കേസിൽ ഒരാളെ കൂടി അറസ്റ്റ് ചെയ്തെങ്കിലും അക്രമത്തെ ന്യായീകരിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി സ്വീകരിച്ചത്. രാത്രി പെൺകുട്ടി പുറത്തിറങ്ങിയതാണ് സംഭവത്തിന് കാരണമെന്നാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. രാത്രിയിൽ കോളേജിൽ നിന്നും പുറത്തിറങ്ങുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ഇതോടെയാണ് മമതാ ബാനർജിക്കെതിരെ വിമർശനം ശക്തമായത്. ഇതിന് പിന്നാലെ കുട്ടിയുടെ പിതാവ് തന്നെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തി. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ വേദനിപ്പിച്ചെന്നും മകളുടെ സുരക്ഷയിൽ ആശങ്കയുണ്ടെന്നും പിതാവ് പറഞ്ഞു. സർക്കാരിന്റെ പരാജയം പെൺകുട്ടിയുടെ മേൽ കെട്ടിവെക്കുവാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് BJP ആരോപിച്ചു. സംഭവത്തിന്റെ ഗൗരവം മുഖ്യമന്ത്രി ഉൾക്കൊണ്ടിട്ടില്ലെന്നും ബാംസുരി സുരാജ് MP വ്യക്തമാക്കി. यहाँ पर ऐसा घनौना गैंगरेप हुआ वेस्ट बंगाल में, जहां पर विक्टिम की बॉडी को उसको टेयर अपार्ट करा गया था. The victim's body was torn from legs right up to her navel, यानी नाभि तक उस रेप विक्टिम की बॉडी को फाड़ दिया गया था. ऐसी दरिंदगी करी गई थी. आप हैरान होंगे, ममता बनर्जी ने ये कह दिया कि ये सारा का सारा षड्यंत्र है CPIM सपोर्टर्स को. एक बार फिर उन्होंने इस बात को डिनाई करा. പശ്ചിമബംഗാളിൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളിൽ BJP പ്രത്യക്ഷ സമരവുമായി രംഗത്തെത്തി. ദുർഗാപൂരിൽ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു. മമതാ ബാനർജിയുടെ പ്രസ്താവനയ്ക്കെതിരെ ഒഡീഷ ഡെപ്യൂട്ടി മുഖ്യമന്ത്രി പ്രവതി പരിതയും രംഗത്തെത്തി. ഒരു വനിതാ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത പ്രസ്താവനയാണ് മമതാ ബാനർജിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായതെന്നാണ് ഒഡീഷ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയുടെ ആരോപണം. ജനം, ഡൽഹി.